ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷകരെ, ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ കൃപയുടെ ദിനങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ നിത്യജീവൻ ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടമാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നത് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവാനുഗ്രഹത്തിൻ്റെ വലിയൊരു കൃപയാണ്. കാരണം ദൈവം തന്ന ഈ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത് ഒരു മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സഭയുടെ ചരിത്രം നോക്കിയാൽ എല്ലാ വിശുദ്ധരും തന്നെ തങ്ങളുടെ ജീവിതം കൊണ്ട്, തങ്ങളുടെ ശരീരം കൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പലരുടെയും ശരീരം അഴുകാതിരിക്കുന്നു. പലരുടെ ശരീരം മരിച്ചതിന് ശേഷം ആ ശരീരത്തിൽ നിന്ന് എണ്ണയൊഴുകുന്ന സുഗന്ധ ദ്രവ്യങ്ങളായിട്ട് മാറുന്നു. പലരുടെയും നാവ് അഴുകുന്നില്ല. പലരുടെയും ശരീരം അഴുകാതെ ഇന്നും തിരുസഭയിൽ സൂക്ഷിക്കപ്പെടുന്നു. ഇതിനെല്ലാം കാരണം അവരവരുടെ ശരീരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ശരീരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? നമ്മുടെ ശരീരത്തെ ഒരു പ്രദർശന വസ്തുവാക്കാനല്ല, മറിച്ച് ദൈവം തന്ന സൃഷ്ടികർമ്മത്തിൽ ദൈവം തന്ന ഏറ്റവും മഹോന്നതമാണ് എൻ്റെ ശരീരം എന്ന് മനസ്സിലാക്കി എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കാനുള്ളൊരു കൃപയാണ് ഇന്ന് നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മക്കളും ധ്യാനിക്കുന്നതും അതോട് തുടർന്ന് അതിനുള്ളൊരു ജീവിത സാഹചര്യങ്ങൾ നിലനിർത്താനുള്ള കൃപയ്ക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതും. സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 14-ാം വാക്യം, 1 യോഹന്നാൻ 2-ാം അധ്യായം 14-ാം വാക്യം വചനം പറയുന്നത് ഇങ്ങനെയാണ്: കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, പിതാവിനെ നിങ്ങൾ അറിയുന്നു. പിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഒരു ശരീരത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മളിന്ന് ചിന്തിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാം: യുവാക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്. നിങ്ങളുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നിങ്ങൾ ശക്തന്മാരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ദുഷ്ടനെ ജയിക്കാൻ പറ്റും. ഒരു ശരീരത്തിൽ ദൈവവചനത്തെ ജീവിക്കുമ്പോൾ, ദൈവവചനം നമ്മൾ പാലിക്കുമ്പോൾ നമുക്ക് തിന്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും ജയിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വചനത്തിനൊരു പ്രാധാന്യം ഉണ്ടാകണം. വചനം പറഞ്ഞതുപോലെ എൻ്റെ ശരീരം, ജീവിതം എല്ലാം നിയന്ത്രിക്കപ്പെടണം. അത് നമുക്കറിയാലോ, ഇന്ന് ലോകത്ത് മനുഷ്യർ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ ഡയറ്റിങ് നടത്തും. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ പല ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നു, എക്സസൈസുകൾ ചെയ്യുന്നു. ഇതുപോലെ ദൈവവചനത്തെ, എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വലിയൊരു കൃപയായിട്ട് മാറും. അതിനുവേണ്ടി നമ്മൾ ഇന്ന ദിവസം പ്രാർത്ഥിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനാൽ ജീവൻ പ്രാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് യേശുവിൻ്റെ ശരീരത്തെ ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ മർത്യ ശരീരം, ഈ മനുഷ്യ ശരീരത്തിൽ ആത്മാവിനെ നമ്മൾ ഉദ്ഘോഷിപ്പിക്കുമ്പോൾ, ആത്മാവിനെ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ, ആത്മാവിനെ നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കുമ്പോൾ, ആത്മാവിനനുസരിച്ച് ജീവിതത്തെ നയിക്കുമ്പോൾ നമ്മുടെ ശരീരം പ്രസാദവരപൂർണ്ണതയിലാകും. അങ്ങനെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ശരീരത്തിൽ കഴിയും. നമ്മൾ തിരിച്ചറിയുക, അങ്ങനെ ഒരു കൃപയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് തൻ്റെ ശരീരത്തിൽ കല്ലേറ് കൊള്ളുമ്പോഴും അവൻ സ്വർഗം നോക്കി പറഞ്ഞ്, ഞാൻ ദൈവത്തെ കാണുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവം ഇറങ്ങി വരുന്നതും ആ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രശോഭ എൻ്റെ ശരീരത്തിൽ വരുന്നു. അപ്പോൾ എനിക്ക് ഈ വേദനകളൊന്നും ഒരു പ്രശ്നമല്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ, ജീവിതത്തിൽ പാപം ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോൾ അത് വേണ്ടെന്ന് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെ ഈ ഒരു വചനത്തിൽ റോമ 8:11 മർമ്മപരമായ ഒരു വചനമാണ്. അതിൻ്റെ ആഴം ഇതാണ് പറയണേ: യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ഈശോ മനുഷ്യനായിരുന്നു, അതുപോലെ ദൈവവുമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, ഈശോ കുരിശിൽ മരിച്ചപ്പോൾ മനുഷ്യനായാണോ ദൈവമായാണോ മരിച്ചത് എന്നൊരു ചോദ്യം വരും. ഈശോ ദൈവമായിരുന്നു, അതുപോലെ മനുഷ്യനായിരുന്നു. ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ദൈവമായിട്ടാണോ മരിച്ചത്, മനുഷ്യനായിട്ടാണോ മരിച്ചത്? സ്നേഹമുള്ളവരെ, ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പോൾ
നമ്മുടെ ശരീരത്തിൽ തരുന്ന മഹത്വത്തിൻ്റെ കൃപ നമുക്ക് മനസ്സിലാവും. യേശു മരിച്ചപ്പോൾ അവൻ്റെ ആത്മാവിനെ അവൻ സമർപ്പിച്ചു. ഈശോ കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങനെയാണ് ഈശോ മരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അറിയുക, ഈശോ മരിക്കുമ്പോൾ ഈശോയുടെ ആത്മാവിനെ സമർപ്പിച്ചു. അതുകൊണ്ട് ഈശോ സമർപ്പിച്ചത് മനുഷ്യാത്മാവിനെയാണ്. ഈശോയുടെ മനുഷ്യത്വത്തെ ദൈവത്തിന് സമർപ്പിക്കുകയും അതിനുശേഷം ഈശോയ്ക്ക് ലഭിക്കപ്പെട്ട വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനോട് കൂടെ കല്ലറയിൽ അടയ്ക്കപ്പെട്ടു. 3 ദിനങ്ങൾക്ക് ശേഷം ആ കല്ലറയിൽ നിന്ന് ഈശോ ഉയർക്കപ്പെടുകയാണ്. അപ്പോൾ ഈശോയെ ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് വലിയ പാറക്കല്ലും റോമൻ സൈന്യത്തിൻ്റെ സീലും വെച്ചിരുന്ന ആ കല്ലുകൾ മാറ്റപ്പെട്ടു. മനുഷ്യാത്മാവ് ഈശോ ദൈവത്തിന് സമർപ്പിച്ചു. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ മനുഷ്യാത്മാവിനെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് നമ്മൾ വഴി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ കല്ലറയിൽ അടക്കിയപ്പോൾ ദൈവാത്മാവ് 3 ദിനം ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ആത്മാവാണ് ഈശോയെ ഉയർപ്പിച്ചത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ശരീരങ്ങളുടെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു. ശരീരങ്ങളുടെ ഉയർപ്പിൽ എൻ്റെ സട്ടിൽ ബോഡിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായൊരു അഭിഷേകമുണ്ട്. ഈ സട്ടിൽ ബോഡിയിൽ ഞാൻ എൻ്റെ മനുഷ്യാത്മാവിനെ ദൈവത്തിന് സമർപ്പിക്കുകയും എൻ്റെ ദൈവാത്മാവിനാൽ ഞാൻ പൂരിതരാകുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ശരീരം കൊണ്ട് തന്നെ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ ലോകാരൂപി അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആത്മാവ് എന്നെ കീഴ്പ്പെടുത്തുമ്പോൾ എനിക്ക് ദൈവാത്മാവിൻ്റെ കൃപയിൽ നയിക്കപ്പെടാൻ പറ്റില്ല. ലോകം പറയുന്നതും ലോകം ചെയ്യുന്നതുമായ കാര്യങ്ങളോടുള്ള അഭിവാഞ്ച എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കൃപ നഷ്ടപ്പെടുത്തി കളയും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിൻ്റെ മഹത്വത്തിൽ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുന്ന പോലെ ശരീരങ്ങളുടെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ശരീരം ദൈവമഹത്വത്താൽ ഉയർത്തപ്പെടണം. എൻ്റെ ശരീരം കൊണ്ട് എൻ്റെ ദൈവം മഹത്വപ്പെടണം. എൻ്റെ കുടുംബം എൻ്റെ ശരീരം കൊണ്ട് ദൈവത്താൽ മഹത്വപ്പെടണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, യൗവനത്തിൽ, ബാല്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ശരീരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. മരിയ ഗോരത്തി എന്ന പെൺകുട്ടി 12 വയസ്സിൽ തൻ്റെ ശരീരത്തെ ദൈവമഹത്വത്തിനായി സമർപ്പിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് ജഡിക പാപങ്ങൾ ചെയ്യാതിരിക്കാനുള്ള കൃപ ലഭിച്ചു. അതിൻ്റെ ഫലമായി അവളുടെ ശരീരത്തെ നോട്ടമിട്ട അലക്സാണ്ടർ എന്ന വ്യക്തി അവളെ കൊല്ലുകയും പിന്നീട് ആ വ്യക്തിക്ക് പോലും തൻ്റെ ശരീരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മരിയ ഗോരത്തി എന്ന കൊച്ചു പെൺകുട്ടിയിലൂടെ തിരിച്ചറിയാനും പിന്നീട് സ്വന്തം ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കാനും അങ്ങനെ ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാനും അലക്സാണ്ടറിന് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും ആ 12 വയസ്സുകാരിയുടെ ഉള്ളിലുണ്ടായിരുന്ന തൻ്റെ ശരീരത്തെ പാപത്തെക്കാൾ നല്ലത് മരണമാണെന്ന ആപ്തവാക്യത്തിലൂടെ തന്നെ ശുദ്ധീകരിച്ച ഒരു പെൺകുട്ടിയുടെ കൃപയാണ്. സ്നേഹമുള്ളവർ, ഈശോ തൻ്റെ ശരീരത്തിൽ വഹിച്ച പീഡകൾ ശരിക്കും ദൈവമഹത്വത്തിനായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം ശരീരത്തിൽ സഹിക്കുമ്പോൾ അത് വെറുതെ ആകരുത്, അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതായിരിക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവർ, തിരിച്ചറിയുക, ശരീരത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം. എൻ്റെ ശരീരത്തെക്കുറിച്ച്, എൻ്റെ ആത്മാവിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണ വേണം. ഇത് ദൈവം തന്നതാണ്, ഇത് ദൈവമഹത്വത്തിനായി ഞാൻ കാഴ്ചവെക്കും. അങ്ങനെ മരണമെന്ന വിനാഴികയിൽ ദൈവം ഇത് തിരിച്ചെടുക്കും എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 4 മുതലുള്ള 8 വരെയുള്ള വാക്യങ്ങൾ പറയുക. 1 തെസ്സലോനി 4-ാം അധ്യായം 4 മുതൽ 8 വരെ. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. പൗലോസ് കൃത്യമായിട്ട് കൊറിന്തോസിലെ സഭയോട് പറയുക, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും എങ്ങനെ കാത്തു സൂക്ഷിക്കണം നിങ്ങൾ അറിയണം. ആ ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം. കാമവികാരങ്ങൾക്ക് കണ്ണി കണ്ട ചപ്പും ചവറും കണ്ട് നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ മുറിപ്പെടുത്തരുത്. എന്നിട്ട് പറയുക, ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മക്കളിൽ ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ അശുദ്ധി ഒരിക്കലും പറഞ്ഞു വിടരുത്. അതുകൊണ്ടാണ് നിങ്ങൾ വഴിപിഴക്കരുത്. ഒന്നും അറിയാത്ത വിഡ്ഢികളെ പോലെ ജീവിക്കരുത്. എന്നിട്ട് പറയുക, കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. എൻ്റെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ദേവാലയത്തിനെതിരെ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് മറ്റൊരു വചനം പറയുന്നത്, എൻ്റെ ശരീരത്തെ, നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അത് ഞാൻ തന്നെയാണ് എൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നുവെങ്കിൽ എനിക്ക് ദൈവത്തിൽ നിന്നൊരു ശിക്ഷാവിധി ഉണ്ടാകും.
എന്നാൽ മറ്റുള്ളവരാണ് എൻ്റെ ശരീരത്തെ മുറിപ്പെടുത്തുന്നതെങ്കിൽ ആ വ്യക്തിക്കാണ് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുക. അതുകൊണ്ട് വചനം പറയുക, കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞതും സാക്ഷ്യപ്പെടുത്തിയിട്ടുമായതുപോലെ ഇക്കാര്യങ്ങളിൽ പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങളെ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ എൻ്റെ ശരീരത്തെ ഞാൻ പാപത്തിന് വിട്ടുകൊടുക്കുമ്പോൾ മനുഷ്യൻ്റെ മുന്നിൽ സുഖം കിട്ടുകയും ദൈവത്തിന് മുന്നിൽ അത് വേദനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തിരിച്ചറിയുക, നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും വേദന അനുഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അധിവസിച്ചിട്ടുള്ള അതിശക്തമായ കാലഘട്ടത്തെ കീഴടക്കാൻ കഴിവുള്ള ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. ഇത് നഷ്ടപ്പെട്ടാൽ നമുക്ക് നിത്യജീവൻ നഷ്ടപ്പെടും. ഇത് നഷ്ടപ്പെട്ടാൽ സ്വർഗീയ ഭാഗ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക, നമ്മൾ വിശുദ്ധി പാലിക്കണം. കർത്താവ് കുരിശിൽ ശരീരത്തെ സമർപ്പിച്ച് ആത്മാവ് കൊണ്ട് കല്ലറയിൽ ഉയർക്കപ്പെട്ടതുപോലെ നമ്മളും നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുകയും മരണത്തിനപ്പുറം നിത്യജീവൻ എന്ന ഒരു ഇറ്റേണൽ ലൈഫിലേക്ക് നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടാൻ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടം കൂടിയാണിത്. അതുകൊണ്ട് ശരീരത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ തിന്മകൾ തകർക്കപ്പെടും. സ്നേഹമുള്ളവരെ, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് ഒരു തിന്മയ്ക്കും കടന്നു വരാൻ പറ്റില്ല. വിശുദ്ധനായ പാദ്രപ്പിയുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടിരിക്കുന്നത് ശരീരത്തിലുള്ള വിശുദ്ധി മൂലം പിശാചിന് അദ്ദേഹത്തെ തൊടാൻ കഴിഞ്ഞിരുന്നില്ല. ഇതുപോലെ ഒത്തിരി വിശുദ്ധർ, മരിയ ഗോരത്തിയെ ഞാൻ പറ്റി പറഞ്ഞു, ഫ്രാൻസിസ് അസീസിയുടെ ശരീരത്തിൻ്റെ വിശുദ്ധി അദ്ദേഹത്തിൻ്റെ അടുത്ത് മ്ലേച്ഛ പാപങ്ങൾക്ക് പോലും കടന്നു വരാൻ പറ്റിയിരുന്നില്ല. അന്തോണിസ് പുണ്യാളൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ശരീരത്തിൻ്റെ വിശുദ്ധി അദ്ദേഹത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കണ്ട് പിശാച് ഓടുമായിരുന്നു എന്ന് പറയണേ. അതുപോലെ വിശുദ്ധ പാട്രിക്കിൻ്റെ ശരീരത്തിലുള്ള വിശുദ്ധി ഒരു ദേശത്തിൻ്റെ മേലുള്ള വിശുദ്ധിക്ക് കാരണമായി മാറി. അതുകൊണ്ട് സ്നേഹം തിരിച്ചറിയുക, ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമായിട്ട് ഞാൻ സമർപ്പിക്കുമ്പോൾ ആ ശരീരം പോകുന്ന ഇടങ്ങളിൽ പോലും ദൈവമഹത്വം വ്യാപരിക്കാൻ തുടങ്ങും. ഇതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ ഏറ്റവും വലിയ. അതുകൊണ്ട് ശരീരത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ തിന്മകൾ തകർക്കപ്പെടും. അശുദ്ധി നടക്കുന്നത് കൃപ നഷ്ടപ്പെടും. അശുദ്ധിയുള്ള സ്ഥലത്ത് കൃപ വരില്ല. ദ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ അസ്. അതുകൊണ്ട് നമുക്ക് ഗ്രേസ് ഇരിക്കുന്ന എവിടെയാണ്? എൻ്റെ ശരീരത്തിലാണ് എൻ്റെ കൃപ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ശരീരം അശുദ്ധിക്ക് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ കൃപ, ദ ഗ്രേസ് നഷ്ടപ്പെടും. കൃപയുടെ അഭിഷേകം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കൃപ വേണം, കൃപ വേണം. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിന്മക്കൾക്ക്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാത്തിനും നേരിടാൻ പറ്റും. അതിന് വേണ്ടത് എൻ്റെ ശരീരത്തെ മാന്യതയിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിക്കണം. ഞങ്ങളൊരു ഇന്ന് കാലഘട്ടത്തിൽ അനേകരുടെ ജീവിതത്തിൽ ഈ ശരീരവിശുദ്ധി എന്നതില്ല. നമ്മൾ പുറമൂടി പോലെ കുറേ വെള്ളമൊഴിച്ച് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി നല്ല പൗഡർ ഇട്ട് സെൻ്റ് അടിച്ച് വെക്കും. എന്നാൽ ആത്മാവിൽ കറ പിടിച്ച ജഡിക പാപങ്ങളുടെ അരൂപിയുള്ള അനേകം മനുഷ്യരുണ്ട്. പുറമൂടികൾ ഭംഗിയുണ്ടെങ്കിലും അകം അശുദ്ധിയുടെ മ്ലേച്ഛതയുടെ അരൂപി കയറിയവർ ഒത്തിരി പേര് ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. നിരാശയും ദുഃഖബോധവും മരണത്തിൻ്റെ നിഴലുകളിൽ കിടക്കുമ്പോൾ ഒത്തിരി വേദനകൾ, ശരീരത്തിൽ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, ചില മാരക രോഗങ്ങൾ ശരീരത്തിൽ വരുന്നു. ചിലർക്ക് ക്ഷയരോഗങ്ങൾ വരുന്നു. എന്ത് കാരണം? നിങ്ങളൊരു എല്ലാ രോഗങ്ങളും ഇതിന് കാരണമല്ല. ചിലരുടെ രോഗത്തിന് കാരണം അവരുടെ തന്നെ പാപമാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ എയ്ഡ്സ് രോഗികൾ കടന്നു വരുന്നത് ഇങ്ങനെയാണ്. പലരും അറിവില്ലായ്മ കൊണ്ട് കടന്നു വരുന്നുണ്ട്. പലരുടെയും പാപം മൂലം പലരും പാപികളായി മാറുന്നുണ്ട്. പലരും പാപം മൂലം പലരെയും രോഗപീഠയിലേക്ക് കൊണ്ടുവരുന്നവരുണ്ട്. ഞങ്ങളൊരിക്കലും ഒരു എയ്ഡ്സ് കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, അവിടെ ഇങ്ങനെ പോയ സമയത്ത് ഒരു സഹോദരി, ആ സഹോദരി ഒരിക്കലും ഒരു തെറ്റിലേക്ക് പോയില്ല. എന്നാൽ ജീവിത പങ്കാളിയുടെ പാപം, അശുദ്ധമായ വികാരങ്ങൾക്ക് ശരീരത്തെ ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്ത ഒരു പാപം കൊണ്ട് അദ്ദേഹത്തിന് വന്നു. അദ്ദേഹത്തിലൂടെ ഭാര്യയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്നുണ്ടായ 2 മക്കളിലേക്കും ഇതേ രോഗം കടന്നു വരിക. അപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ശരീരത്തെ മാന്യതയിലൂടെ സൂക്ഷിക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് ആ കൃപ കിട്ടുന്നു. എൻ്റെ മക്കളും കൃപയിൽ വരുന്നു. എൻ്റെ ശരീരത്തിൽ വരുന്ന അശുദ്ധി ചിലപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയുടെ മക്കളിലേക്ക് വരെ ചിലപ്പോൾ പലതായി കടന്നു വരാം. ഇതാണ് നമ്മുടെ ശരീരത്തെ മാന്യതയിൽ, വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. കാരണം ഇത് ദൈവത്തിൻ്റെ ശരീരമാണ്, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, ഇത് ദൈവം വസിക്കുന്ന നമ്മുടെ ജീവിതങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 33-ാം അധ്യായം, ഏശയ്യാ 33:15 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുക: നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നു. എന്നിട്ട് പറയുക, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ
രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കുന്നു. ശിലാദുർഭംഗങ്ങൾ അവനെ പ്രതിരോധം ഉറപ്പിക്കുന്നു. അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല, അവന് ദാഹജലം കിട്ടാതിരിക്കുകയുമില്ല. തീർച്ചയായിട്ടും അവന് ദാഹജലം കിട്ടും. ഞങ്ങളൊരു തിരിച്ചറിയുക, ഈ നീതിമാൻ്റെ മാർഗമാണ് ഒരു വ്യക്തിയിലുണ്ട്. അതുകൊണ്ട് ചിലതുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ചില ഇടങ്ങളിൽ നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. കുറ്റം പറയുകയും തള്ളിപ്പറയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ കാതുകൾ അടയ്ക്കണം. തെറ്റായ കേൾവികളുടെ മുന്നിൽ കാതുകൾ അടയ്ക്കണം. കാണേണ്ടത് എന്താണെന്ന് തിരിച്ചറിയണം. കണ്ണടക്കേണ്ടടുത്ത് കണ്ണടക്കം പാലിക്കണം. അതരമടയേണ്ടടുത്ത് അതരടക്കം പാലിക്കണം. കാത് കേൾക്കേണ്ടടുത്ത് കേൾക്കാനുള്ള കാത് തുറക്കുകയും കേൾക്കാതിരിക്കേണ്ടടുത്ത് കാതുകൾക്ക് അടക്കം സംഭവിക്കുകയും ചെയ്താൽ അവിടെ വലിയൊരു കൃപയാണ്. നമുക്കറിയോ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ശരീരത്തിൻ്റെ മേലേക്ക് ബലഹീനത എന്ന ഒരു അരൂപി കടന്നു വരുന്നത്. എന്നാൽ ശരീരത്തിൻ്റെ മേൽ ബലഹീനതകൾ തോൽപ്പിക്കുമ്പോൾ അവൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ കൃപ വന്നു പറയും. അതരത്തിൻ്റെ മേൽ അഭിഷേകം വരും, നോട്ടത്തിൻ്റെ മേൽ അഭിഷേകം വരും, കേൾവികൾ ദൈവസ്വരങ്ങളായിട്ട് മാറും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തിരിച്ചറിയുക, യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 33-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുക, എന്താണ് പറയുക? മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവരുണ്ട് ഈ ലോകത്ത്. മർദ്ദനം ഒത്തിരി പേരെ നശിപ്പിച്ചിട്ട് എന്ത് നേടിയിട്ട് കാര്യം? വേണ്ട. കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവരുണ്ട്. കയ്യിൽ പൈസ ഇട്ട് കൊടുക്കുമ്പോൾ അത് വേണ്ട, അയ്യോ ഇങ്ങനൊരു പണം എനിക്ക് വേണ്ട. അങ്ങനെ പറയുന്നവൻ തൻ്റെ കൈകളെ നിർമ്മലമാക്കുകയാണ്. രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കുമ്പോൾ ചെവി പൊത്തുന്നവൻ, ഇങ്ങനെയാണെന്ന് പറഞ്ഞും കേട്ടിരിക്കാതെ അവർക്ക് വേണ്ടി ചെവി പൊത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് തിന്മയെ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവരുണ്ട്. ഫോണിലൂടെ എന്ത് വന്നാലും കണ്ണടച്ച് കണ്ണടക്കം പാലിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇവരാണ് യഥാർത്ഥത്തിൽ തൻ്റെ ശരീരത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി നിന്ന് യേശയ്യാ പ്രവാചകൻ 33-ാം അധ്യായത്തിൽ പ്രവചിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. അതുകൊണ്ട് വിശുദ്ധി പാലിച്ച് തുടങ്ങുമ്പോൾ ശക്തി ലഭിക്കാൻ തുടങ്ങും. ഞാനും നിങ്ങളും വിശുദ്ധി പാലിക്കുമ്പോൾ സാത്താൻ നമ്മെ പ്രതി ഭയക്കാൻ തുടങ്ങും. സാത്താന് നമ്മെ പ്രതി പേടിയുണ്ടാകും. സ്നേഹമുള്ളവരെ, ഒരിക്കലെ പാതിരപ്പിയെക്കുറിച്ച് വായിച്ചറിഞ്ഞൊരു അനുഭവം ചിന്തിക്കുകയാണ്. ഒരിക്കൽ കുമ്പസാരക്കൂട്ടിൽ നിന്ന് മണിക്കൂറുകളോളം കുമ്പസാരിച്ച് മുറിയിൽ വരുമ്പോൾ തെറ്റായ ജഡിക ചിന്താഭാരങ്ങൾ പാതിരപ്പിയോയെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചിട്ടും ഈ ജഡിക ഭാവത്തിൻ്റെ അരൂപി മനസ്സിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ കാണാൻ സൗന്ദര്യമുണ്ട്, എന്നാൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ളവനെ ആരാധിക്കുന്ന എനിക്ക് നിങ്ങളാണോ വലുത്? എനിക്ക് സൗന്ദര്യമുള്ള ദൈവമാണോ വലുത്? സൂര്യനെ വെച്ച് ചന്ദ്രനെ അളക്കുമ്പോൾ സൂര്യനെ നോക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുക. ഇതുപോലെ ആ പിശാചിനെ അവിടുന്ന് പുറത്താക്കുക. സ്നേഹമുള്ളവരെ, നമ്മൾ അറിയേണ്ടത് നമ്മൾ കാണുന്നതിനേക്കാൾ മഹത്വം നമ്മുടെ ശരീരത്തിലുണ്ടെന്നേ. നമ്മൾ ആസ്വദിക്കുന്നതിനേക്കാൾ മഹത്വം ദൈവത്തെ നമ്മുടെ ശരീരത്തിൽ ആസ്വദിക്കുമ്പോൾ ഉണ്ടാകുമെന്നേ. അതുകൊണ്ട് ആ ഒരു വിശുദ്ധി പാലിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ട് സാത്താന് തടസ്സം സൃഷ്ടിക്കണം. എൻ്റെ ശരീരത്തിൽ കയറാതിരിക്കാൻ അവനൊരു തടസ്സം ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഒരു കവചം നമുക്ക് വേണം. അതുകൊണ്ട് ഒരു എൻട്രി പാസ് നമ്മൾ ഒരിക്കലും പിശാചിനെ കൊടുക്കരുത്. നമ്മുടെ ശരീരത്തെ മാന്യതയിൽ വിശുദ്ധിയിൽ സൂക്ഷിക്കുമ്പോൾ പിശാചിന് ഒരിക്കലും ഒരു സാധ്യതയും നമ്മുടെ മേൽ കടന്നു വരാനുണ്ടാവില്ല. പാപത്തെ താലോലിക്കുന്ന വ്യക്തിക്ക് തടസ്സം സൃഷ്ടിക്കാൻ സാത്താന് സാധിക്കും. ഒരു പാപത്തെ താലോലിക്കുന്നൊരു വ്യക്തി, തിന്മയെ താലോലിക്കുന്നൊരു വ്യക്തിക്ക് പിശാചിന് എപ്പോഴും തടസ്സം ഉണ്ടാക്കാൻ പറ്റും. അവരുടെ ജീവിതത്തിൽ എത്ര നന്മ നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് സാധിക്കാത്ത അവസ്ഥ വരും. വേണ്ടെന്ന് വെച്ചാലും ആ തടസ്സം. അതുകൊണ്ട് തന്നെ വളരെ കത്തോലിക്ക സഭയിൽ 103-ൽ കൂടുതൽ വിശുദ്ധർ അഴുകാത്ത ശരീരവുമായിട്ട് കിടക്കുന്നുണ്ട്. ഈ ശരീരത്തിലാണ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. 103-നേക്കാൾ കൂടുതൽ വിശുദ്ധർ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറ്റലിയിൽ പോയപ്പോൾ ഇങ്ങനെ കിടക്കുക, ഓരോ ചാപ്പലിൻ്റെ ഉള്ളിലും ശരീരം അഴുകാതെ കിടക്കുന്ന ചില വിശുദ്ധർ. അപ്പോൾ തീർച്ചയായിട്ടും സ്നേഹമുള്ളവർ, നമ്മൾ തിരിച്ചറിയുക, ഈ ശരീരത്തിൽ അവർ സഹിച്ചതും ഈ ശരീരത്തിൽ പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും വേണ്ടെന്ന് വെച്ചപ്പോൾ സ്വർഗം അവരുടെ ശരീരത്തെ മണ്ണിനോട് അഴുകിച്ചേരാതെ ഇന്നും സുഗന്ധത്തോടെ സൂക്ഷിക്കുന്നുണ്ട്. അതിന് കാരണം അവർ തൻ്റെ ദൈവത്തെ തൻ്റെ ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തി. സൗന്ദര്യം ഒരു പാപമല്ല, സൗന്ദര്യക്കുറവ് ഒരു പാപമല്ല. ഈ ഉള്ള സൗന്ദര്യത്തെ ദൈവശോഭയിൽ നീ നോക്കുമ്പോൾ അവിടെ വെളിച്ചമുണ്ടാവും. നിങ്ങൾക്ക് അറിഞ്ഞു നോക്കിയ സ്നേഹമുള്ളവരെ, ഇരുട്ടുള്ളൊരു സ്ഥലത്ത്, ഇരുട്ടുള്ള മുറിയിൽ നമുക്കറിയാലോ, ഒരു ചെറിയ ഓട്ടയുണ്ടെങ്കിൽ അതിൽ നിന്ന് സൂര്യപ്രകാശം വരിക. ഈ വരുന്ന സൂര്യപ്രകാശത്തെ ഒരു കണ്ണാട വെച്ചിട്ട് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ റൂം മുഴുവൻ പ്രകാശിതമാകും. നമുക്കറിയില്ല, ഒരു പ്രതലത്തിലേക്ക്, ഒരു ഗ്ലാസ് പ്രതലത്തിലേക്ക് ഈ മുറിയിലേക്ക് വരുന്ന ചെറിയ വെളിച്ചത്തെ അടിച്ചു കഴിഞ്ഞാൽ ആ വെളിച്ചത്തെ നമുക്ക് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും.
ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൽ നിന്ന് വരുന്ന വെളിച്ചം എന്നിലടിക്കുമ്പോൾ ഞാൻ ഈ ലോകത്തൊരു പ്രകാശമായിട്ട് മാറണം. അങ്ങനെ വെളിച്ചമായിട്ട് മാറുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക്. അങ്ങനെ ഞാൻ എൻ്റെ സ്വർഗീയ പ്രകാശത്തെ എൻട്രി പാസിലൂടെ എൻ്റെ ആത്മാവിലൂടെ ലോകത്തിനൊരു പ്രകാശമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ആത്മനിയന്ത്രണമില്ലാത്തൊരു വ്യക്തിക്ക് വിശുദ്ധി പാലിക്കാൻ പറ്റില്ല. ശരീരത്തിൽ വിശുദ്ധി പാലിക്കണമെങ്കിൽ നമുക്ക് സ്വയമായിട്ടൊരു ആത്മനിയന്ത്രണം വേണം. അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തെ മോഹിക്കും, നമ്മൾ വ്യക്തികളെ മോഹിക്കും, അങ്ങനെ നമ്മൾ പാപത്തിൽ പോയി വീഴും. ഫിലിപ്പിനേരി പറയുന്നൊരു കാര്യമുണ്ട്, വിശുദ്ധിയിൽ നടന്നപ്പോൾ മനുഷ്യൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ശരിക്കും നമ്മൾ വിശുദ്ധി പാലിക്കാനാണ് കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടത്. വിശുദ്ധി പാലിക്കാൻ വേണ്ടി നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കും. നമ്മൾ ഇന്ന് പല പ്രാർത്ഥനകളും നടത്തുമ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ, സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടോ? ശരീരത്തിൽ വിശുദ്ധി പാലിക്കാൻ എത്രമാത്രം പേര് ജീവിതത്തിൽ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം നമ്മുടെ തന്നെ സൗന്ദര്യം ദൈവീകമാക്കുമ്പോഴാണ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ സൗന്ദര്യത്തെ ദൈവീകമാക്കുമ്പോഴാണ്. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 16-ാം വാക്യം പറയാം, അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെ അവനു വേണ്ടി മാത്രമായി സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിലൂടെ ഉണ്ടായത് ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ ഒരു കൃപ നമുക്ക് വേണം. അതുകൊണ്ട് ഒരു വിരൽ തുമ്പിൽ നന്മയും തിന്മയുണ്ട്. ഒരു മൊബൈൽ ഫോൺ കയ്യിലിരിക്കുമ്പോൾ ഒരു വിരൽ തുമ്പ, ഇതിൽ നന്മ സെലക്ട് ചെയ്യാം. അതുകൊണ്ട് വചനം പറയണേ, വെള്ളവും തീയും നിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുക. അതിന് സ്നേഹമുള്ളവരെ, ദേശത്ത് വിശുദ്ധി പാലിക്കാൻ നിൻ്റെ വിശുദ്ധി കാരണമാകട്ടെ, നിൻ്റെ ജീവിതത്തെ കൃപയാകട്ടെ. നമുക്ക് കരങ്ങൾ കൂപ്പാം. കർത്താവേ, എൻ്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, എൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ, എൻ്റെ ശരീരം കാണുന്നവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വിശുദ്ധ പാട്രിക്ക് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എന്നെ കാണുന്നവർ ദൈവത്തെ കാണാൻ, എന്നെ കേൾക്കുന്നവർ ദൈവത്തെ കേൾക്കാൻ, ഞാൻ സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ചാകാൻ, എന്നെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അത് ദൈവത്തെക്കുറിച്ചാകാൻ കൃപ നൽകണമേ. അങ്ങനെ എൻ്റെ ശരീരവും മനസ്സും ആത്മാവും ദൈവമഹത്വത്തിനായി തീരട്ടെ. കർത്താവ് ഈശോയെ, ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ, തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ ഇവരുടെ ശരീരത്തെ ദൈവത്തിന് പ്രീതിജനകമായ ശരീരങ്ങളായി മാറുവാൻ, അങ്ങനെ സ്വർഗത്തെ മഹത്വപ്പെടുത്തി നിത്യജീവൻ സ്വന്തമാക്കാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.